നേരത്തെ പത്രം സിനിമ പറഞ്ഞല്ലോ, പത്രത്തിലെ ക്യാരക്ടറും അതുപോലെ തന്നെ അതെ 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 ഇപ്പോഴും ഓർത്ത് വെച്ചിരിക്കുന്ന ക്യാരക്ടർ. അപ്പൊ മഞ്ജു ചേച്ചിയായിട്ടാണ് അന്ന്. അതെ 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 പക്ഷെ എന്റെ ചേച്ചി അല്ല കേട്ടോ, എന്നെക്കാളൊരു 4-5 മാസം താഴെയാണ് മഞ്ജു. ആണല്ലേ? ഓക്കെ ഓക്കെ. അതിനകത്ത് അനിയനായിട്ടാണല്ലോ. അതിനായിട്ട് അനിയനാണ്, കാണുമ്പോ അനിയനായിട്ട് തോന്നുമ്പോ സാരില്ല അങ്ങനെ തന്നെ ഇരുന്നോട്ട്. ഓക്കെ. അപ്പൊ ആ സമയത്തെ ഒരു മെമ്മറി ഒക്കെ നമ്മളോടൊന്ന് ഷെയർ ചെയ്യുമോ? അത് ജോഷി സാറിന്റെ സെറ്റ് ആകുമ്പോൾ നമുക്ക് ഇത് സിബി സാറിന്റെ പോലെയല്ല. നമുക്ക് ജോഷി സാർ എന്ന് പറഞ്ഞ ഒരു സിംഹമാണ്. നമ്മൾ ലൊക്കേഷനിൽ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ സാറിന്റെ വണ്ടിയിൽ ബെൻസിൽ വന്ന് ഇറങ്ങുമ്പോഴൊക്കെ നമ്മൾ പിന്നെ സൈലന്റ് ആയിരിക്കും. അപ്പോൾ ഭാഗ്യത്തിന് എനിക്കിതുവരെ സാറിൻ്റെ ഇന്ന് ചീത്ത കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഡയലോഗൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ചീത്തയൊക്കെ പറയുന്നതാണ് ലൊക്കേഷനിൽ, ഈ പെട്ടെന്ന് വരുന്നടാ ഇവനൊക്കെ എന്നൊക്കെ. പക്ഷെ ദൈവം സഹായിച്ച് എനിക്കതിൽ ഇല്ല കിട്ടിയിട്ടില്ല. പക്ഷെ തല്ല് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, സൈക്കിൾ ചവിട്ടുന്ന. അതെ അത് പിന്നെ അതിന്റെ വേദന ഇപ്പോഴും എൻ്റെ കാലിലുണ്ട്. അത് സ്ഫടികൻ ജോർജ് ചേട്ടനും ഞാനുമായിട്ടുള്ള സീനാണ്. മറ്റേ കത്തി ഉരിപ്പ് കൊന്നുകളയോടാന്ന് പറയും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, ചേട്ടാ ജോർജ് ചേട്ടാ എന്നെ ഇങ്ങനെ കാണിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വീണോളാം എന്ന് പറഞ്ഞു. പക്ഷേ ജോർജ് സാർ ആക്ഷൻ പറഞ്ഞപ്പോഴേക്കും ആള് ക്യാരക്ടറിൽ കയറി പറഞ്ഞത് തൂക്കിയെടുത്തൊരു ഒറ്റ കയറാണ്. ഞാൻ കമന്നടിച്ച് വീണ് എൻ്റെ അമ്മോ എല്ലാവരും ഓടി വന്നു. പക്ഷേ കുഴപ്പമില്ല, മുറിഞ്ഞു എങ്കിലും വച്ച് കെട്ടിയിട്ടാണ് പിന്നെ ആ സീനൊക്കെ എടുത്തത്. 2 ദിവസം നല്ലവണ്ണം വെയിലും തല്ലുമായിരുന്നു എനിക്ക്. ഇടിയും കിട്ടും, വെയിലത്തും കിടക്കുന്നു. അത് ഒറിജിനൽ എയർപോർട്ടും അല്ല, അന്ന് ടെക്നോ പാർക്ക് ട്രിവാൻഡ്രം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു എയർപോർട്ടാക്കി മാറ്റിയിട്ടാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ 100-150 കാറുകൾ, ഒരു കാറ് വന്നു. എയർപോർട്ടാകുമ്പോൾ കാറും വേണമല്ലോ. അപ്പോൾ ജോർജ് സാറിന് നിർബന്ധമാണ് ഇത്രയും കാറുകൾ വേണം. അപ്പോൾ അത് വന്നു നിൽക്കുന്നു, ആളെ ഇറക്കി പോകുന്നു. ഇതിനിടയിലാണ് ഈ അടി നടക്കുന്നത്. അപ്പോൾ അതൊരു 4-5 ദിവസം നല്ല രസമായിരുന്നു അത്. ഓർക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതെ. അതുപോലെ അടുത്ത ഒരു നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്ന വേറൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ കൃഷ്ണനായിട്ട് മഹാഭാഗവതം സീരിയലിൽ, ഏഷ്യാനെറ്റിലുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഈ ഗോഡ്ലി ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഡിവൈൻ അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അത് അഭിനയിക്കുന്ന സമയത്താണ്, ആ സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. പല ആൾക്കാരും എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ നിന്റെ മുഖമാണോടാ കാണുന്നത്, എനിക്ക് എൻ്റെ പഴയ കൃഷ്ണനെ തിരിച്ചുതാ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ. കാരണം അത്രയ്ക്ക് ആൾക്കാർക്ക് ഇഷ്ടമായി. അപ്പോൾ എന്നോടുള്ള ഇഷ്ടമല്ല, ഭഗവാനോടുള്ള ഇഷ്ടമാണ്. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ പുറത്തിറങ്ങുമ്പോൾ അമ്പലങ്ങളിലൊക്കെ ഇതേപോലെ ചില ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ തൊഴാൻ വരുന്ന അമ്മമാരും ചേച്ചിമാരൊക്കെ പറയും, എനിക്ക് കൃഷ്ണൻ തന്നാൽ മതി പ്രസാദം. അപ്പോൾ പോറ്റി എൻ്റെ കയ്യിൽ തരും, എന്നിട്ട് ഞാനാണ് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാലിൽ വന്ന് വീഴും. പക്ഷെ അതൊന്നും എനിക്കുള്ളതല്ല, എല്ലാം ഭഗവാൻ ഗുരുവായൂരപ്പനുള്ളതാണ് എന്നുള്ളത് മനസ്സിൽ ഞാൻ പറയാറുണ്ട്. അപ്പം അങ്ങനെ. പക്ഷെ വീട്ടിൽ മാത്രം ഭാര്യ പറയാറുണ്ട്, ഇങ്ങനെ ജരാസന്ധനും കംസനുമായിട്ടുള്ള ഒരാൾക്ക് ജീവിതത്തിലും കൃഷ്ണനായിരുന്നു. അതൊരു വല്ലാത്ത ചോദ്യം. അങ്ങനെയില്ല, ഏത് അർത്ഥത്തിലെ കൃഷ്ണൻ എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. കാരണം കല്യാണത്തിന്റെ അല്ലെങ്കിൽ വിവാഹത്തിന്റെ മുമ്പല്ല. അങ്ങനെ ശ്രീകൃഷ്ണനായിട്ട് ഒന്നും എന്നെ കണക്ക് കൂട്ടണ്ട. പക്ഷെ ആൾക്കാരോടൊക്കെ നല്ല രീതിയിൽ സമാധാനത്തോടുകൂടി പെരുമാറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഒന്നും അല്ലേ. ആള് സീനിയർ ഓഡിയോളജിസ്റ്റ് ആണ്, തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലില്. ആള് 10-17 വർഷമായി അവിടെ തന്നെയാണ്. പിന്നെ 2 മഞ്ജു, പിന്നെ 2 പെൺകുട്ടികളാണ്, വേദ, ധ്യാന. വേദ ഇപ്പോൾ +2 കഴിഞ്ഞു, വെല്ലൂർ ട്രൈ ചെയ്യാണ് ആള്. പിന്നെ രണ്ടാമത് ധ്യാന, ഷീസ് 9th-ലാണ്. പിന്നെ അമ്മ സരസ്വതി ഹരിദാസ്, ആള് കൂടെയുണ്ട്. അങ്ങനെ പോകുന്നു. എന്റെ അമ്മയുടെ പേര് സരസ്വതി. ഓക്കെ ചേട്ടാ, അതുപോലെ വേറൊരു കാര്യമേ, ചേട്ടന്റെ മറ്റേ ഭ്രമണം സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹിറ്റായിട്ട് പോയ സീരിയലാണ്. അത്രയ്ക്ക് ഹിറ്റായി പോയ സീരിയലാണ്. മഞ്ഞുരുകും കാലം പോലൊക്കെ തന്നെ നമ്മൾ ഇപ്പോഴും ഭ്രമണത്തിന്റെ ഷോർട്സ് വരും ഇൻസ്റ്റാഗ്രാമിൽ. എനിക്കിപ്പോഴും ആൾക്കാർ അയച്ചു തരാറുണ്ട് വെടികൊണ്ട സീനൊക്കെ. ചേട്ടൻ വെടികൊണ്ട സീൻ ഒത്തിരി ട്രോള് വന്നതാ. ഈ യൂട്യൂബിൽ അടിച്ചുകൊടുത്ത അങ്ങനെ ചേട്ടന്റെ പേരടിക്കുമ്പോൾ ട്രോളൊക്കെ വരും. അപ്പൊ ഈ സീൻ ചെയ്യുന്ന സമയത്ത് അത് ട്രോൾ ചെയ്യപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിയിരുന്നോ ചേട്ടൻ ഇത് കുറച്ച് ഇംപ്രൂവൈസ് ചെയ്യണായിരിക്കും? ഈ ട്രോൾ ജനത ഉണ്ടല്ലോ, അവര് ഏതിലാണ് കയറി പിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. ഈ ട്രോൾ ഏതിലാണ് വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് സത്യസന്ധമായിട്ടാണ് അഭിനയിച്ചത്. ഇപ്പൊ ജോയ്സി സാറാണ് അതിന്റെ എല്ലാം. അപ്പോൾ ജോയ്സി സാർ ഒരു ഡോക്ടറെ വിളിച്ചു
അതായത് സാർ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ നെറ്റിയിൽ വെടി കൊള്ളുമ്പോൾ എങ്ങനെയാണ് ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അപ്പോൾ പറഞ്ഞു ഒരു മനുഷ്യന്റെ റിയാക്ഷൻ അല്ല എന്തായിരിക്കും ആ ഡെഡ് ബോഡിയുടെ അവസ്ഥ. അപ്പോൾ രണ്ട് കണ്ണും മുകളിലേക്കാണ്. അപ്പോൾ ഇതായിരുന്നു എന്നോടും ജോയ്സി സാറ് പറഞ്ഞിരുന്നത്. പക്ഷെ എൻ്റെ കണ്ണ് മുകളിലോട്ടായപ്പോൾ ഒരു കണ്ണ് മാത്രം ഇങ്ങോട്ടായിപ്പോയി. അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് വന്നിട്ട് പോസ്റ്റ് ചെയ്തിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് അതിനെ അങ്ങ് ട്രോളാക്കി എനിക്ക് 2 ആഴ്ച വീട്ടിലിരിക്കാന്ന് വൃത്തിയില്ല. എല്ലാവരും ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാവരും ഇത് തന്നെ ഇങ്ങോട്ട് അയച്ചു തന്നുകൊണ്ടിരിക്കും ഈ വെടി കൊണ്ട ഫോട്ടോ. ഇത് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് സീരിയലാണ്, എനിക്ക് ശരിക്കും വെടി കൊണ്ടതല്ല, പിന്നെ എനിക്ക് വെടി കൊണ്ട് ശീലമില്ലാത്തതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താ പറയാ, നല്ലത് കാണുമ്പോൾ 90% ആൾക്കാർ നല്ലതാണെന്ന് പറയും. അതേപോലെ ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ അവർക്ക് രസം തോന്നുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്ത് അത് ചെയ്യും. അവരെ തടയാനൊന്നും പറ്റില്ല. നമ്മളത് അതാണ് പറഞ്ഞത്, 2 ആഴ്ച ഒരു ഓർമ്മയില്ല. തലയിൽ വെടികൊണ്ട പോലെയാണ് സത്യം. ഒന്നും ഓർമ്മയില്ല. ഇങ്ങനെ പറ ഒരു ദിവസം ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ഇങ്ങനെ പറ എല്ലാവരും എന്നെ ടാഗ് ചെയ്തിട്ടും ഒക്കെ ഇങ്ങനെ വരുന്നു. ഇത് എന്താണിത്, ഇത് സീരിയലിൽ കണ്ടതാണല്ലോ, ഇത് എന്താ ഇങ്ങനെ. പിന്നെയാണ് ഓരോരുത്തർ ഓരോ കഥ എഴുതിയിട്ട് ഇങ്ങനെ വരുന്നത്. അപ്പം 2 ആഴ്ച ഞാൻ തുറന്നില്ല. ഇപ്പോഴും ട്രോൾസ് ഒന്നും ഞാൻ യൂട്യൂബിലൊന്നും ഞാൻ കാണാൻ നിന്നിട്ടില്ല ഇതുവരെ. എനിക്ക് ഇഷ്ടംപോലെ ഉണ്ട്. ഞാനിപ്പോൾ അയച്ചു കൊടുക്കാറുണ്ട്. വൈഫും അയച്ചു തരും, പിള്ളേരും അയച്ചു തരും ചില സമയത്ത്. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ ആ 2 ആഴ്ച കടന്നു കിട്ടിയാൽ പിന്നെ ഹാപ്പിയാണ്, പിന്നെ ശീലമായിക്കോളും. പിന്നെ നമുക്ക് എന്ത് നേരിടാനുള്ള ഒരു ധൈര്യം എന്ന് പറഞ്ഞ് ഇനി വീണ്ടും തുടങ്ങണ്ട കേട്ടോ. അപ്പൊ നമ്മുടെ പുതിയ പ്രോജക്ട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതിയതായിട്ട് ധ്യാൻ ശ്രീനിവാസന്റെ കൂടെ ഒരു മൂവിയാണ്. അതെ, അത് തീർച്ചയായിട്ടും അതൊരു പ്രത്യേക രീതിയിലുള്ള ഒരു 3D ഫിലിമാണ്. ഒരു പ്രത്യേക കഥയാണ്, നല്ല രസമുള്ളൊരു കഥയാണ്. എൻ്റെ സുഹൃത്തും പിന്നെ നല്ലൊരു ഗ്രാഫിക് ഡിസൈനറുമായിട്ടുള്ള മഹേഷ് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് ആളാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. 11 എന്നാണ് സിനിമയുടെ പേര്. അപ്പം അത് കുറച്ചൊരു പോർഷൻ കൂടി ഷൂട്ട് ചെയ്യാൻ ബാലൻസ് ഉണ്ട്. അത് 2 ആഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ഷൂട്ടിങ് കഴിയും. അത് ഉടനെ തന്നെ ഇറങ്ങും. നല്ലൊരു കഥയായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഷൂട്ട് ചെയ്യുമ്പോഴും എല്ലാം തോന്നിയിട്ടുള്ളത്. ഇനി അത് പ്രേക്ഷകരും കൂടി ഏറ്റെടുക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമേ വയ്ക്കാനുള്ളൂ. സീരിയൽസ് ഇനി സൂര്യയിലും ഇനി ഒരെണ്ണം സീയിലും സ്റ്റാർട്ട് ചെയ്യാനുള്ള, അതതിൻ്റെ തുടക്കത്തിലുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അമൃതയിലും ഫ്ലവേഴ്സിലും ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞ 2 സീരിയലുകൾ ഉണ്ടായിരുന്നത്. എനിക്ക് ചേട്ടനോട് സംസാരിക്കാൻ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. കാരണം എന്റെ അമ്മയൊക്കെ ഭയങ്കര ഫാനാ ചേട്ടന്റെ. അങ്ങനെ പറഞ്ഞിട്ട് എന്നെ അങ്ങനെ അത്ര പ്രായം ആക്കേണ്ട കാര്യമില്ല. മര്യാദക്ക് എന്റെ സീരിയലും കാണണ്ട എന്ന് പറഞ്ഞോളൂ. ഞാനും കാണാറുണ്ട്. അതെ എന്റെ അമ്മ കാണാറുണ്ട്, എന്റെ അമ്മൂമ്മ കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങ് പ്രായം കൂട്ടാനേ. അതെ, മിക്കവരും അങ്ങനെ ആയിരിക്കല്ലേ ചേട്ടനോട് വന്ന് പറയാ? അല്ല, അങ്ങനെയില്ല. ഇപ്പൊ ന്യൂ ജനലൊക്കെ ആൾക്കാർ ഇപ്പൊ ഇൻസ്റ്റയൊക്കെ കണ്ടിട്ട് വരാറുണ്ട്. അയ്യോ ഇൻസ്റ്റയിലെ മാമനല്ലേ എന്ന് ചോദിച്ചിട്ട് കുട്ടികളൊക്കെ ട്രെയിനിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മള് നിങ്ങളെക്കാട്ടിൽ എങ്ങുള്ള ആൾക്കാരും നമ്മുടെ കൂടെ ഉണ്ട്. അതെ, ശരി. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.